നമസ്കാരം. കൊല്ലവർഷം 1200 ആണ്ട് മിഥുനമാസം 26 തുല്യം ജൂലൈ മാസം 10 വ്യാഴാഴ്ച ദിവസം അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രജാതരുടെ ഫലപ്രവചനമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൽ പിറന്നവർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളും തിരിച്ചടികളും നേരിടുവാൻ സാധ്യതയുള്ള ദിവസമായതിനാൽ കരുതലോടെ ഇന്നേ ദിവസം കൈകാര്യം ചെയ്യേണ്ടതാണ്. എന്നിരുന്നാലും കുടുംബത്തിൽ സന്തോഷം കൈവരുവാനുള്ള യോഗം കാണുന്നു. യാത്രാ നിമിത്തം ചില അധിക ചിലവുകൾ നേരിട്ടേക്കാം. വ്യാപാരികൾക്ക് വിപരീത ഫലമുണ്ടാകുവാനിടയുണ്ട്. ദൈനംദിന ജോലികളിൽ ജാഗ്രത ആവശ്യമാണ്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അനുകൂല ദിവസമാണ്. സ്ഥാനമാനങ്ങളും ആദരവും ലഭിക്കുവാൻ സാധ്യത കാണുന്നു. രോഹിണി, മകയിരം, തിരുവാതിര നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം ശാന്തവും സന്തോഷകരവുമായ ദിവസമാണിന്ന്. പ്രതീക്ഷിച്ച കാര്യങ്ങളിൽ തീരുമാനങ്ങൾ ഉണ്ടാകും. സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിച്ചേക്കാം. സ്വതന്ത്രമായി തീരുമാനങ്ങൾ കൈക്കൊള്ളും. ഈശ്വര വിശ്വാസം തുണയാകും. തീരുമാനങ്ങൾ സാവധാനത്തിൽ ആലോചിച്ച് കൈക്കൊള്ളേണ്ടതാണ്. പുണർദം, പൂയം, ആയില്യം സുഹൃത്തുക്കളിൽ നിന്നും സഹകരണമുണ്ടാകും. സാമ്പത്തികമായി മെച്ചപ്പെട്ട ദിവസമാണ്. ആഘോഷങ്ങളിൽ പങ്കുചേരുവാൻ ഇടവരും. പുതിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. വ്യാപാര അഭിവൃദ്ധിയും ഉണ്ടാകും. മകം, പൂരം, ഉത്രം ആത്മവിശ്വാസം വാനോളം ഉയരുക മൂലം എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധ്യത കാണുന്നു. അമിത ചെലവ് വന്നു ചേർന്നേക്കാം. കുടുംബത്തിൽ സന്തോഷം വന്നു ചേരുന്ന ദിവസമാണ്. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. അത്തം, ചിത്തിര, ചോതി വിദേശയാത്രയ്ക്ക് തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർ ജന്മദേശത്തേക്ക് മടങ്ങി വരുവാനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധ്യത കാണുന്നു. സാമ്പത്തിക പ്രയാസങ്ങൾ മറികടക്കുവാൻ പുതിയ പദ്ധതികൾക്ക് രൂപം കൊടുക്കുവാനിടയുണ്ട്. സഹോദര ബന്ധങ്ങൾ ശക്തിപ്പെടും. കാർഷിക മേഖലകളിൽ പുതിയ പരീക്ഷണങ്ങൾക്കും തുടക്കം കുറിച്ചേക്കാം. വിശാഖമനിഴം, കേട്ട സാഹസിക തീരുമാനങ്ങളിൽ അതീവ ജാഗ്രത ആവശ്യമാണ്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കണം. പുതിയ ബന്ധങ്ങൾക്ക് തുടക്കം കുറിച്ചേക്കാം. ഔദ്യോഗിക രംഗത്ത് പ്രശംസ ലഭിച്ചേക്കാം. ഏജൻസിപരമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. മൂലം, പൂരാടം, ഉത്രാടം പുതിയ അവസരങ്ങൾ ലഭിച്ചേക്കാം. ഉപേക്ഷിക്കപ്പെട്ട പദ്ധതികൾ പുനരാരംഭിക്കുവാൻ സാധ്യത കാണുന്നു. വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട ദിവസം കൂടിയാണിന്ന്. സാമ്പത്തിക ഇടപാടുകളിൽ നേട്ടം കൈവരിക്കും. നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കും. തിരുവോണം, അവിട്ടം, ചതയം നക്ഷത്ര ജാതർക്ക് ശ്രദ്ധയോടെ നീങ്ങേണ്ട ദിവസമാണ്. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത കൈക്കൊള്ളണം. പ്രതീക്ഷിച്ച പല കാര്യങ്ങളിലും കാലതാമസം ഉണ്ടായേക്കാം. മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ വിശ്രമം അത്യാവശ്യമാണ്. സഹപ്രവർത്തകരിൽ നിന്നും ആശ്വാസ വാക്കുകൾ കേൾക്കാം. ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കുവാൻ ഇടയുണ്ടെങ്കിലും പരിഹരിക്കപ്പെടും. ജീവിത പങ്കാളിൽ നിന്നും അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകും. പൂരിട്ടാതി, ഉത്രട്ടാതി, രേവതി ആത്മവിശ്വാസവും ഈശ്വരചിന്തയും കൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കും. പുതിയ ഇടപാടുകൾക്ക് മുൻപ് അതിനുള്ള സാധ്യതകൾ പരിശോധിക്കുക. ഇന്നേ ദിവസം അനുകൂല ഫലം ലഭിക്കുവാൻ ഗണപതി ഭഗവാനെ സ്മരിക്കുക. കഴിയുമെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തി പൂജകൾ കഴിക്കുന്നത് നല്ലതാണ്. മേൽവിവരിച്ച ഫലങ്ങൾ പൊതുഫല പ്രവചനമാകിയാൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം. ഫലപ്രവചനം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും ഇഷ്ടജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഷെയർ ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ വിരലമർത്തി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ തുടർ വീഡിയോകൾ ദിവസേന മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രതിദിന പൂജയിലും പ്രാർത്ഥനയിലും നിങ്ങൾക്കും പങ്കാളികളാകാം. ആസ്ട്രോവേൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.